സബർമതിക്കരയിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനായി നരേന്ദ്രൻ ഉയർന്നു വന്നത് പയറ്റിത്തെളിഞ്ഞു തന്നെയാണ്. നരേന്ദ്രമോദി എന്ന മഹാമേരുവിനോടാണ് ഇന്ത്യ സഖ്യത്തിന്റെ പടയൊരുക്കം. മോദിക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും ഉത്തരമില്ല. മോദിക്കെതിരെ ബദ്ധവൈരികൾ പോലും ശത്രുത മറന്ന് ഒന്നിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നരേന്ദ്രൻ എത്രത്തോളം കരുത്തനാണെന്ന്. ആ കരുത്താണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭയം. ഉയർത്തിക്കാണിക്കാൻ തലയെടുപ്പുള്ളൊരു നേതാവ് പോലുമില്ലാത്ത കുറെ ചെറുകിട പാർട്ടികൾ ഒന്നിച്ചിരിക്കുന്ന തട്ടിക്കൂട്ട് സഖ്യം. സഖ്യത്തിലെ തലയെടുപ്പുള്ള നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം: തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി. 6 തവണ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊലക്കത്തിയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട മമത. സോണിയെ വെല്ലുവിളിച്ച് കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞ മമതയ്ക്ക് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റേതായൊരു ഇടമുണ്ട്. 39 എംപിമാരുള്ള തൃണമൂൽ കോൺഗ്രസും മമതയും തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ കരുത്തർ. കള്ളപ്പണം വെളുപ്പിക്കൽ മുതൽ അപകീർത്തി, പകർപ്പവകാശ ലംഘന കേസ് വരെ ഏകദേശം 12ഓളം കേസുകൾ രാഹുലിന്റെ പേരിലുണ്ട്.